ഹലോ ഗൈസ്, അനിമെന്റർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ 1149 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഈ വീഡിയോ വൺ പീസ് മാങ്ക ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ സമയം കളയാതെ ഇനി നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നല്ല കിടിലിനൊരു കളർ സ്പ്രെഡ് ഉണ്ട്. നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ആണെങ്കിൽ ഒരു കഫേ ഒക്കെ തുടങ്ങി അവിടെ ഇരുന്ന് നല്ല ഫുഡ് അടിയാണ്. ഇസക്കായ ബൊട്ടാക്കുരി എന്ന് പറഞ്ഞൊരു മാങ്കയ്ക്ക് ട്രിബ്യൂട്ട് ആയിട്ടാണ് ഓടെ ഈ കളർ സ്പ്രെഡ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കളർ സ്പ്രെഡിലൊക്കെ എന്തെങ്കിലും ബ്രില്യൻസുകൾ ഓട ഒളിച്ചു കടത്താറുള്ളതാണ്. ഈ ഫോട്ടോയിൽ തന്നെ കുറച്ച് സ്ട്രോ ഹാറ്റ്സ് മിസ്സിംഗ് ആണ്. അതായത് നമ്മുടെ ജിംബയും ബ്രൂക്കിനെയും ഫ്രാങ്കിയും ഒന്നും കാണുന്നില്ല. ആ ബോണിയുടെ കയ്യിലാണെങ്കിൽ RIP എന്ന് പറഞ്ഞ് എഴുതി എന്തോ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ദൈവമേ, എല്ലാവരും കേടുപാടൊന്നും കൂടാതെ എൽബാഫിന്ന് പുറത്തിറങ്ങണേ. ഇപ്പോൾ ഗബാൻ വന്ന് സോമേഴ്സിനെ വെട്ടി താഴെ ഇട്ടേക്കുന്ന കണ്ടിട്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഞെട്ടി അമ്പരന്ന് നിൽക്കുകയാണ്. ഇതാരാണെന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. സോമേഴ്സ് ആണെങ്കിൽ അവിടെ വീണിട്ട് വേദന കൊണ്ട് പൊളയുവാണ്. ഇയാളുടെ ദേഹത്ത് താൻ മുറിവ് ഏൽപ്പിച്ചോ? ഇതെങ്ങനെയാ താൻ ചെയ്തത്? ഇപ്പൊ മുൻപ് നമ്മുടെ ഗാർപ്പും റെയിലിയും ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഗബാനും പറയുന്നുണ്ടോ, ഞാനിപ്പോ കുറച്ച് വീക്കായി പോയി ഇന്ന്. എന്നിട്ട് പുള്ളിയാണെങ്കിൽ വീണ്ടും ആ മഴുവൊക്കെ കറക്കിക്കൊണ്ട് സോമേഴ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇബാരിയ, അതായത് മുള്ളുകൊണ്ടുള്ള ഒരു ഭിത്തി, ഒരു ബാരിയർ ഇപ്പോ സോമേഴ്സ് ഉണ്ടാക്കും. അതായത് ഗബാന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്ത് ബാരിയർ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഗബാൻ സോമേഴ്സിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്. ഇപ്പൊ സോമേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് മാറിയിട്ട് ആകെ ക്ഷീണിച്ച് ഇങ്ങനെ ചുമച്ചുകൊണ്ട് നമ്മുടെ ഗബാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മൗണ്ടൻ ഈറ്റർ സ്കോപ്പർ ഗബാൻ, നിനക്കെന്താടാ നാറി എൽബാഫി കാര്യം? നമുക്ക് സംസാരമൊക്കെ പിന്നെ ആവാമെന്നും പറഞ്ഞുകൊണ്ട് ഗബാൻ ആണെങ്കിൽ ആ മഴു വെച്ചിട്ട് സോമേഴ്സിന്റെ ബാരിയേഴ്സ് ഒക്കെ വെട്ടി കണ്ടിച്ച് അവന്റെ നേർക്കങ്ങ് ചെല്ലുകയാണ്. ഇപ്പൊ ഉസോപ്പ് ആണെങ്കിൽ നാമിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നേ? ഇയാളെ നീ ആ കൊട്ടാരത്തിൽ വെച്ച് കണ്ടിരുന്നു? ഇപ്പൊ നാമി പറയുന്നുണ്ട്, അതേന്നെ, കൊട്ടാരത്തിൽ വെച്ച് ലൂഫി സോറോയായിട്ട് പുള്ളി അവർക്ക് നല്ല രീതിക്ക് ടഫ് കൊടുത്ത് ഫൈറ്റ് ചെയ്യുമായിരുന്നു. അതേപോലെ ഇത് കോളോന്റെ അച്ഛനാണെന്ന് നാമി പറയുന്നുണ്ട്. ഏത് ഈ കിളവൻ കോളോന്റെ അച്ഛനാണോ എന്ന് ഉസോപ്പ ചോദിക്കുന്നു. ഞാൻ കേട്ടത് തെറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങേരുടെ പേര് സ്കോപ്പർ ഗബാൻ എന്നാണെന്ന് നാമി പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് ജിംബെ പറയുന്നുണ്ട്, ഓ, പൈറേറ്റ് കിങ്ങിന്റെ ഇടം കൈ ആയിരുന്ന, അതേപോലെ തന്നെ സിൽവേഴ്സ് റൈലിന്റെ തോളോട് തോൾ നിന്നിരുന്ന ആ മനുഷ്യനാണോ ഇത്? അമ്മാതിരി റേഞ്ചിലുള്ള ഒരു മനുഷ്യൻ ഇപ്പൊ ഇവിടെ ഈ ജയൻസിന്റെ നാട്ടിലാണോ ഉള്ളതെന്ന് ചോദിച്ച് ഉസോപ്പ് അതിശയിക്കുന്നുണ്ട്. എന്നാലും ഈ പുള്ളിയുടെ അറ്റാക്ക് എങ്ങനെ ആയിരിക്കും സോമേഴ്സിനെ അഫക്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഇപ്പൊ ചോപ്പർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ അനങ്ങാൻ പോലും കഴിയുന്നില്ല, പക്ഷെ എന്റെ ഒരു പവർ ഉപയോഗിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റോബിൻ അവളുടെ ആ കൈകൾ ഇങ്ങനെ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. നിർത്തു റോബിൻ, വേണ്ട, നമ്മുടെ ശത്രുവിന്റെ ആയുധം എന്ന് പറയുന്നത് മുള്ളുകളാണ്. അതേസമയം നീ ആണെങ്കിൽ കൈവച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അവനെ തോപ്പിക്കാൻ കഴിയില്ല. ഇപ്പോ സോമേഴ്സ് ആണെങ്കിൽ ഗബാന്റെ നേരെ ക്രിംസൺ ഹെൽ എന്നും പറഞ്ഞ ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തറയിൽ നിന്ന് മുള്ളുകൾ ഇങ്ങനെ ഉയർന്നു വരും. ഇതേ സെയിം സാധനം നമ്മൾ ഇമ്പൽ ഡൗണിൽ കണ്ടിട്ടുണ്ട്. അവിടെ ആ ലെവലിന്റെ പേരും ക്രിംസൺ ഹെൽ എന്ന് തന്നെ ആയിരുന്നു. അപ്പൊ അത് ഈ സോമേഴ്സിന്റെ പണിയായിരിക്കും. എനിക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഗബാൻ ഇപ്പൊ നേരെ ആ മുള്ളുകളെല്ലാം വെട്ടിച്ചായച്ചുകൊണ്ട് സോമേഴ്സിന്റെ നേരെ ചെല്ലുകയാണ്. കാര്യം പുള്ളിക്ക് തീർത്തിട്ട് പോയി മോനെ രക്ഷിക്കണമല്ലോ. ഇപ്പൊ വാടാന്ന് പറഞ്ഞുകൊണ്ട് സോമേഴ്സ് നല്ല കോൺഫിഡൻസിൽ ആ ആയുധമൊക്കെ കൈ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഗബാൻ ആണെങ്കിൽ നൈസിന് ചാടി വന്ന ആ മഴുവും കൊണ്ട് വെട്ടി സോമേഴ്സിനെ 2 തുണ്ടമാക്കിയിട്ടുണ്ട്. പിന്നെ അല്ല, സോമേഴ്സിനെ വെട്ടി താഴെ ഇട്ടിട്ട് ആ മുള്ളിന്റെ മേളിലേക്ക് വീഴാതെ 2 കറക്കവും കറങ്ങി ഗവാൻ പോയി അപ്പുറത്ത് ആടുന്നുണ്ട്. കോളോൺ, മോനെ, അച്ഛൻ വരുന്നടാ, നീ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഇപ്പൊ ഇതൊക്കെ കണ്ട് നമ്മുടെ നാമിയും ഉസോപ്പും ജിംബയൊക്കെ കിളി പറന്ന് നിൽക്കുകയാണ്. പുള്ളി അയാളെ തോപ്പിച്ചു എന്ന് ഇപ്പൊ അവര് പറയുന്നുണ്ട്. ഇപ്പൊ നോക്കിയ ചോപ്പർ ആണെങ്കിൽ ഗബാൻ പോയി അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. ചോപ്പർ, നീ ഇത് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് നാമി ചോദിക്കുന്നു. കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമ്മോർട്ടൽ ആയിട്ടുള്ള സോമേഴ്സിനെ എങ്ങനെ ഗബാന് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അറിയാനാണ് ചോപ്പർ പോകുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് വിവരമാണല്ലോ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വാൾറ സ്കൂളിൽ മയങ്ങി കിടന്നിരുന്ന കുട്ടികളെയൊക്കെ അവിടുത്തെ ടീച്ചറായിട്ടുള്ള ബ്ലേഡ് പുറത്തേക്ക് കൊണ്ടുവന്നിടുന്നുണ്ട്. ഇപ്പൊ സ്കൂളിന് തീ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ കില്ലിംഗ്ഹാം ആണെങ്കിൽ ആഞ്ചയോട് പറയുന്നുണ്ട്, കൊള്ളാം, നീ പറഞ്ഞ പണി നല്ലപോലെ ചെയ്തു എന്ന്. ഇപ്പൊ ആഞ്ച അവിടെ കില്ലിംഗ്ഹാമിന്റെ അടുത്ത് നിന്ന് ആ സ്കൂളിന് തീ വെക്കുന്നത് നമുക്ക് കാണാം. ഭയങ്കരമായിട്ട് കരഞ്ഞിങ്ങനെ ഇമോഷണൽ ആയിട്ട് ആഞ്ചെ നിൽക്കുകയാണ്. നീ തൽക്കാലം ഇത്രയും ചെയ്താൽ മതി, ബാക്കി ഇനി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കില്ലിംഗ്ഹാം ആണെങ്കിൽ ഒരു അമ്പും വില്ലും എടുത്തിട്ട് തീ കൊളുത്തി അമ്പ് ആ ലൈബ്രറിക്ക് നേരെ ഇങ്ങനെ എയ്യാൻ പോവാണ്. ഔൾ ലൈബ്രറി ആണെങ്കിൽ തീ പിടിച്ചിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലൈബ്രറി കത്തുന്നത് ദൂരെ നിന്ന് റോബിൻ ഇങ്ങനെ കാണുന്നുണ്ട്. അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോൾ ആണെങ്കിലും അവിടെ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ വില്ലേജിലാണെങ്കിൽ ജാർലു വല്ലാതെ കരയാണ്. ചുറ്റും നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, ജാർലു സമ, ഇത് നിങ്ങളുടെ തെറ്റല്ലല്ലോ, വിഷമിക്കാതിരിക്കൂ എന്നൊക്കെ. അപ്പൊ ഇവിടെ പൂർവികരായിട്ട് കൈമാറി വന്ന രേഖകളും നമ്മുടെ ചരിത്രവും ഒക്കെയാണല്ലോ നശിച്ചതെന്നോർത്ത് ജാർലു വല്ലാതെ പൊട്ടിക്കരയാണ്. ഇപ്പോൾ സ്കൂളും ലൈബ്രറിയും കത്തിച്ചിട്ടുണ്ട്. മിഷൻ സക്സസ് ആണെന്ന് കില്ലിംഗ്ഹാം ആണ്
മണ്ടൻ മുഷി കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇതറിഞ്ഞപ്പോ ആ റോഞ്ചയോട് തിരിച്ചു വരാനായിട്ട് ഗുങ്കോ പറയുന്നുണ്ട്. ജീവൻ തിരിച്ചു കിട്ടിയല്ലേ, നിനക്ക് കുറച്ചൊന്ന് സന്തോഷിച്ചാൽ എന്താണെന്ന് ഗുങ്കോ റോഞ്ചയോട് ചോദിക്കുന്നു. ഇപ്പൊ നോക്കിയാൽ റോഞ്ച ആണെങ്കിൽ പൊട്ടിക്കരയാണ്. അവളാണെങ്കിൽ എൽബാഫിലുള്ളവരോട് സോറി പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് എല്ലാവരോടും സോറി, ഈ സ്കൂൾ ലൈബ്രറി എല്ലാം കത്തി എരിയുന്നത് ഞാൻ കാരണമാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത് റോഞ്ചാന്ന് ഇപ്പൊ ഇൽവയും ബാക്കി കുട്ടികളും ഒക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡോറിയും ബ്രോഗിയും ബാക്കി ജയൻസും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല റോഞ്ചാന്ന്. ഇപ്പൊ നോക്കിയാൽ ഗബാനാണെങ്കിൽ ഗുങ്കോയുടെ നേർക്ക് പാഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു എൽബാഫിന്റെ കൾച്ചർ, ഇവിടുത്തെ ചരിത്രം, ഇവിടുത്തെ കുട്ടികൾ, ഇവിടുത്തെ വാരിയേഴ്സിന്റെ അവരുടെ ആ ഒരു സൈന്യത്തിനെ പോലും ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ നിനക്കൊന്നും യാതൊരു അധികാരവും ഇല്ല എന്ന് ഗബാൻ ഗുങ്കോയോട് പറയുന്നുണ്ട്. പൈറേറ്റ് കിങ്ങിന്റെ ക്രൂവിലുണ്ടായിരുന്ന ഒരാൾ ഇവിടെയോ? ഞങ്ങളെ എതിർക്കാൻ ശ്രമിച്ചാതെ ഈ പോകുന്ന കുട്ടികളുടെ ജീവൻ അപകടത്തിലാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ ഈ നടന്നു പോകുന്ന പിള്ളേരാണെങ്കിൽ ഗബാനെ കാണുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ പറയാണ്, യാസാൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നു, യാസാൻ വന്നു എന്നൊക്കെ അവരിങ്ങനെ കോളോണിനോട് പറയുന്നുണ്ട്. കോളോൺ എന്നെ കണ്ട എക്സൈറ്റഡ് ആയിട്ട് അലച്ചു വിളിക്കുകയൊന്നും ചെയ്യരുതെന്ന് ഗബാൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. കാര്യം ഗബാന്റെ മകനാണ് കോളോൺ എന്ന് ഗുങ്കോ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവൻ ആപത്താണല്ലോ. പക്ഷേ ഗബാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു ഗൈസ്. അതെന്റെ അച്ഛനാ, എന്റെ അച്ഛൻ വന്നു മക്കളെ. അച്ഛാ, നിങ്ങൾ എല്ലാവരെക്കാളും സ്ട്രോങ്ങർ ആണ്, ഇനി ഒന്നും പേടിക്കാനില്ല, നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കോളോൺ അവിടെ നിന്ന് അലച്ചു വിളിക്കുകയാണ്. ഇത് ഗുങ്കോയി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് വളരെ പെട്ടെന്ന് ഗബാൻ ഗുങ്കോയുടെ നേർക്ക് ചെന്നെങ്കിലും ഗുങ്കോ അപ്പോഴേക്കും ആരോയിൽ കോളോണിന്റെ അടുത്തേക്ക് പോയി. ഇപ്പൊ അവള് പെട്ടെന്ന് എന്നിട്ടൊരു മൂർച്ചയുള്ള ആയുധം നമ്മുടെ കോളോണിന്റെ കഴുത്തിന് നേരെ വെക്കുന്നുണ്ട്. ഞങ്ങളെ ഇപ്പൊ ധിക്കരിക്കാൻ നോക്കുന്നതിനപ്പൊ ഈ ചെറുക്കന്റെ ജീവൻ എന്നാ അങ്ങ് എടുത്തേക്കട്ടെ എന്ന് ഗുങ്കോ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഗബാനാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ചെയ്യണം, ഇതാണ് സമയം. ലൈബ്രറിയിലെ തീ ഇപ്പോഴും കെടുത്താവുന്ന അവസ്ഥയിലാണ്. ഈ കുട്ടികളെ ഇവിടുന്ന് രക്ഷിക്കാൻ പറ്റും, എൽബാഫിനെ തന്നെ രക്ഷിക്കാൻ പറ്റും. ഇവളെ ഇപ്പോ ഇവിടെ വെച്ച് കൊന്നാ മതി. മോനെ കോളോൺ, 1 സെക്കൻഡ്, അച്ഛൻ 1 സെക്കൻഡ് താ, നീ നല്ല ധൈര്യശാലിയല്ലേ, അങ്ങനെ തന്നെ നിൽക്കേ. ഓക്കെ അച്ഛാ, അച്ഛൻ ഇവിടുത്തെ കാര്യം നോക്കിക്കോ, ഞാൻ ധൈര്യമായിട്ട് നിന്നോളാം, ഞാൻ ഒരു വാരിയർ ആണെന്നൊക്കെ കോളോൺ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട്. കോളോൺ ആണെങ്കിൽ കരഞ്ഞോണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഗബാൻ പറയുന്നുണ്ട്, മോനെ വേദനയൊക്കെ സഹിച്ചൊന്ന് നിൽക്കുക, അച്ഛൻ മോനെ എന്തായാലും രക്ഷിക്കുമെന്ന്. ജീവൻ ഒരു തവണ പോയാൽ പിന്നെ തിരിച്ചു കിട്ടൂല എന്ന് ഗുങ്കോ ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പൊ ഗബാൻ ആണെങ്കിൽ ഗുങ്കോയ്ക്ക് നേരെ പോകാൻ നിൽക്കുമ്പോൾ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. റിപ്ലി ആണെങ്കിൽ ആ കോളോണിനെ പ്രസവിച്ച ടൈമാണ് കാണിക്കുന്നത്. ഇപ്പൊ ഗബാൻ ആണെങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ കുഞ്ഞാണെങ്കിൽ ഗബാനേക്കാളിലും വലുതാണ്. ഇവന് ഭയങ്കര വലിപ്പമാണല്ലോ, പക്ഷെ നല്ല ക്യൂട്ടാ അവനെ കാണാൻ. ഇവന് ജന്മം കൊടുത്തതിന് എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് റിപ്ലി. ഇവൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ളൊരു നിധിയാണ്. ഇപ്പോൾ ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് പ്രസന്റിലേക്ക് വന്നിരിക്കുകയാണ്. റിപ്ലി ആണെങ്കിൽ, അയ്യോ കോളോൺ നീ സേഫ് ആയിട്ടിരിക്കണേന്ന് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ നോക്കിയാൽ ഗുങ്കോ ആ ആയുധം കോളോണിന്റെ കഴുത്തിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ചെറുതായിട്ട് ചോര പൊടിയുന്നുണ്ട്. ഞാനിത് പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാവുമെന്നും പറഞ്ഞ് ഗബാൻ ഗുങ്കോയ്ക്ക് നേരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കാറ്റാക്കുരിയെ പോലെ അഡ്വാൻസ്ഡ് ഒബ്സർവേഷൻ ഹാക്കി വെച്ചിട്ട് ഗബാന് ഫ്യൂച്ചർ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ കാണുന്നത് ഗുങ്കോ കോളോണിനെ കൊല്ലുന്നതായിട്ടാണ്. ഇപ്പോൾ കോളോൺ ആണെങ്കിൽ അവിടെ ഞാൻ ഈ വേദന സഹിച്ച് നിൽക്കാച്ചാ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ വിഷ്വല് കണ്ടതോടുകൂടി ഗബാൻ വളരെ ഡൗൺ ആയി. പുള്ളി ഗുങ്കോയുടെ അടുത്ത് വരെ എത്തിയതാണ്. പെട്ടെന്ന് പുള്ളി വിളിച്ചു പറയും, നിർത്ത്, ഞാൻ ദേ ആയുധം താഴെയിട്ട് കീഴടങ്ങി. ഇപ്പൊ ഗബാൻ ആണെങ്കിൽ ഈ ചെയ്തതിന് എൽബാഫിനോട് സോറി പറയുന്നുണ്ട്. ഭയങ്കര വീക്കസ്റ്റ് ആയിട്ടുള്ള ജന്മങ്ങൾ തന്നെ എന്ന് പറഞ്ഞിട്ട് ഗുങ്കോ ആണെങ്കിൽ ഗബാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. മുൻപ് ഡ്രാഗൺ പറഞ്ഞിട്ടുള്ള പോലെ ഒരു പേരന്റിന്റെ ഏറ്റവും വീക്കസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അവന്റെ ചൈൽഡ് തന്നെയാണ്. ഇപ്പൊ നോക്കിയാൽ ഗുങ്കോ ആണെങ്കിൽ 3 ആരോ ഗബാന്റെ നെഞ്ചത്തേക്ക് ഷൂട്ട് ചെയ്ത് വിട്ടേക്കുകയാണ്. മുൻപ് ആ ഇമു ആണെങ്കിൽ കോബ്രയുടെ സാബോയുടെ നേർക്ക് അറ്റാക്ക് ചെയ്തിരുന്നല്ലോ, അതുപോലെ ഇപ്പൊ ഗബാൻ ആണെങ്കിൽ ആ അറ്റാക്കിൽ തെറിച്ച ആരോയുടെ മുകളിൽ നിന്ന് താഴേക്ക് അണ്ടർവേൾഡിലേക്ക് വീഴുകയാണ്. സോറി കോളോൺ, നീ അച്ഛനോട് ക്ഷമിക്ക്, നീ ഒരുപാട് വേദന സഹിച്ചു. ഇപ്പൊ ഇതൊക്കെ കണ്ട് ആകെ കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന കോളോൺ ആണെങ്കിൽ ഉറക്കെ അവിടെ നിന്നിട്ട് അച്ഛാന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഗബാന്റെ പുറകെ ഓടി വന്നിട്ടുണ്ടായിരുന്ന ചോപ്പർ പുള്ളിക്കൊപ്പം താഴേക്ക് ചാടുന്നത് നമുക്ക് കാണാം. മേ ബി ചോപ്പർ ചിലപ്പോൾ ഗബാനെ സേവ് ചെയ്യുമായിരിക്കും ഗൈസ്. അല്ലാതെ പുള്ളിക്ക് ഒരു കംബാക്ക് കൊടുത്തിട്ട് ഇത്ര പെട്ടെന്ന് പുള്ളിയെ തട്ടിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മുടെ കോളോൺ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ അച്ഛാന്ന് വിളിച്ച് കരയുകയാണ്. അതേപോലെ തന്നെ ആ കൂടുള്ള കുട്ടികളും യാസാൻ എന്നൊക്കെ വിളിച്ച് വല്ലാണ്ട് ഇമോഷണൽ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഈ കോളോൺ അവിടെ നിന്ന് ഇങ്ങനെ അച്ഛാന്ന് വിളിച്ച് കരയുന്നത് കേൾക്കുമ്പോൾ ഗുങ്കോയ്ക്ക് അവൾ ആരെയോ അച്ഛാന്ന് വിളിക്കുന്ന ഒരു പഴയ മെമ്മറി ഇങ്ങനെ മനസ്സിൽ കിട്ടുന്നുണ്ട്. ഇതിപ്പോ എന്താണ് ഇങ്ങനെ ഒരു മെമ്മറി എന്ന് ഗുങ്കോ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിയ ചൈൽഡായിട്ടുള്ള ഗുങ്കോ നമ്മുടെ ബ്രൂക്കിന്റെ കൈ പിടിച്ചുകൊണ്ട് പാട്ടും ഒക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന ഒരു ഓർമ്മ അവളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം നമ്മളെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ബ്രൂക്ക് ആണെങ്കിൽ യോഹോ എന്ന് ചിരിക്കുന്നുണ്ട്. എന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു പൈറേറ്റ് ആവുക എന്നുള്ളതാണെന്ന് ആ പെൺകുട്ടി ബ്രൂക്കിനോട് പറയുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പൊ കുറെ പേർക്ക് ബ്രൂക്കിന്റെ മകളായിരിക്കും ഗുങ്കോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂക്കിന്റെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നല്ലോ, റംബാർ പൈറേറ്റ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള യോർക്കി, പുള്ളിയുടെ മോളായിരിക്കാം ചിലപ്പോൾ ഗുങ്കോ.
അതുമല്ലെങ്കിൽ ബ്രൂക്ക് ഒരു പൈറേറ്റ് ആകുന്നതിന് മുമ്പ് ഏതോ ഒരു കിങ്ഡത്തില് പടത്തലവനായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടുത്തെ ആ കിങ്ങിന്റെ മകളോ അങ്ങനെ ആരെങ്കിലും ആയിരുന്നിരിക്കാം. അതുമല്ലെങ്കിൽ ആ ബ്രൂക്കിന്റെ അടുത്ത് നിൽക്കുന്ന കൊച്ചുകുട്ടി ഗുങ്കോയെ അല്ലായിരിക്കാം. ഞാൻ ചൈൽഡ് ഗുങ്കോ എന്ന ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞാണ്. അത് ചിലപ്പോൾ ഗുങ്കോ കണ്ട ഒരു മെമ്മറി ആവാനും സാധ്യതയുണ്ടല്ലോ. ഇപ്പൊ ഗുങ്കോ ഇങ്ങനെ ഈ ഓർമ്മകളെല്ലാം പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന് ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ബ്രൂക്ക് ആണെങ്കിലും അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവളെ കാണാൻ അതുപോലെ തന്നെ ഉണ്ടെന്നൊക്കെ. ഇത് ആരെ പോലെ എന്നൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ചാപ്റ്ററിലും ബ്രൂക്ക് ഗുങ്കോയെ മുൻപരിചയമുള്ള പോലെ സംസാരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ എങ്ങനെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടാൻ ഒരു വഴി നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഉസോപ്പ് അവിടെ കിടന്ന് അലക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഈ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നത് കാരണം ഗുങ്കോ ആണെങ്കിൽ ബ്രൂക്കിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ബ്രൂക്ക് അത് നിങ്ങളാണോ എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഗുങ്കോ അവിടെ അങ്ങ് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ഹോളി നൈറ്റ്സിനോടാണ് ചോദിക്കുന്നത്, നീയൊക്കെ എന്താണ് അവിടെ ഇത്ര സമയം എടുക്കുന്നത്? ഇപ്പോൾ ആ കേൾക്കുന്നത് ഇമുവിന്റെ സൗണ്ടാണ്. കില്ലിംഗ്ഹാം ആണെങ്കിൽ അവിടെ ഇമു സമ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ മരി ജോയ്സ് ആകെ കത്തി എരിയുകയാണ്. നമുക്കിപ്പോൾ മിലിറ്ററി സ്ട്രെങ്ത് വളരെ അത്യാവശ്യമാണെന്ന് ഇമു പറയുന്നു. ഇപ്പോൾ ഈ നടന്നു പോകുന്ന കുട്ടികളാണെങ്കിൽ ആരെയോ നോക്കിയിട്ട് പറയുന്നുണ്ട്, അയ്യോ അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവരുടെ മുഖം വളരെ ഭീകരമായിട്ട് മാറുകയാണല്ലോ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പാനലിൽ നോക്കിയാൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുങ്കോയുടെ ബോഡി ഇമു കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുടിയൊക്കെ അഴിച്ചിട്ട് ഗുങ്കോ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഇമുവിന്റെ കണ്ണുകൾ ഇപ്പൊ നമുക്ക് കാണാം. ദൈവത്തിന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് ഈ മൂ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അവൾ പറയുന്നുണ്ട്. ഇപ്പൊ അവര് പേര് ഇമു എന്നല്ല പറഞ്ഞേക്കുന്നത്, മൂ എന്നാണ്. അതെന്താണെന്ന് അറിയത്തില്ല. അതിനി അടുത്ത ചാപ്റ്റേഴ്സ് വന്നാലേ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഗുങ്കോ ഒരു വെസലാണ് ഗൈസ്. അവളുടെ ബോഡി ഇമു കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ കഴിഞ്ഞൊരു ചാപ്റ്ററിലാണെങ്കിൽ ഗുങ്കോ ബ്രൂക്കിനെ അറ്റാക്ക് ചെയ്ത ശേഷം വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പാനലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട ശേഷം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുങ്കോയുടെ അടിമയായിട്ടിരിക്കാൻ ബ്രൂക്കിന് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അവൾ കാണിച്ചതെന്നാണ്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അത് ബ്രൂക്കിനെ അറ്റാക്ക് ചെയ്തല്ലോ എന്നുള്ള ആ ഗുങ്കോയുടെ വിഷമമായിരിക്കാം ഒരു സെക്കൻഡിലേക്ക് മാറി മറിഞ്ഞു പോയൊരു ഇമോഷൻ. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ ചാപ്റ്റർ എൻഡ് ആയിരിക്കുകയാണ്. അടുത്ത ആഴ്ച ബ്രേക്ക് ഇല്ല. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക്, കമൻറ്റ് ഇതൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.